ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മീൻകറി നമുക്ക് റെഡിയാക്കിയാലോ? നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും പല രീതിയിലല്ലേ മീൻകറി റെഡിയാക്കുന്നത്. അതിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയാണ്. കറിക്കായിട്ട് ഏകദേശം 1/2 കിലോയ്ക്ക് അടുത്തുള്ള മീനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി വേണ്ടുന്ന സാധനങ്ങൾ 6-7 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചിയും 6-7 വെളുത്തുള്ളി, ഒരു മുരിങ്ങക്കോലും, കുറച്ച് കറിവേപ്പിലയും. ആദ്യം ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കടുകിട്ട് പൊട്ടിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും ഇതൊന്നും വഴറ്റേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് നമുക്ക് ഒരു മിനിറ്റ് താഴെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളിയൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി വഴറ്റേണ്ട കാര്യമില്ല, ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പൂട റെഡിയാക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയാണ്, ചെറിയ തേങ്ങയാണ്, അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 നുള്ളു പെരിഞ്ചീരകം. അപ്പം പെരിഞ്ചീരകം ഒത്തിരി ആയി പോകരുത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നിടം വരെ, ചെറുതായിട്ട് അതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ മീൻ തന്നെയല്ല, ചെറിയ മീൻ വെച്ചിട്ടുമൊക്കെ നമുക്ക് ഈ കറി റെഡിയാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇനി ചേർക്കാൻ പോകുന്നത് പുളിയാണ്. പുളി ഞാനിവിടെ ചേർക്കുന്നത് വാളൻ പുളി അല്ലെങ്കിൽ പിഴുപുളിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പുളിക്ക് പകരം നമുക്ക് മാങ്ങ ചേർക്കാം, തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ശീമപ്പുളി ഇല്ലേ അതൊക്കെ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ പുളി ചേർക്കുമ്പോഴും ഓരോ ടേസ്റ്റ് തന്നെയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് പകുതി വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് മുരിങ്ങക്കോല് ചേർക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം പകുതി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 മുരിങ്ങക്കോലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഈ മീനൊക്കെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. ലാസ്റ്റ് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ അത്യുഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം ഇത്. നിങ്ങൾക്ക് എൻ്റെ ഈ മീൻകറി റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.